ആപ്കെ അദാലത്തിൽ ജമിയത്ത് ഉലൈമ ഹിന്ദ് പ്രസിഡന്റ് മൗലാന മെഹ്മൂദ് മദിനിയുടെ മേൽ ചുമത്തപ്പെട്ട കുറ്റാരോപണം ക്രിമിനൽസിന് ഇദ്ദേഹം സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇത് ഞാൻ പറയുന്ന കുറ്റാരോപണമല്ല, കേന്ദ്രമന്ത്രിയായിരിക്കുന്ന ഗിരിരാജ് സിംഗ് അദ്ദേഹം എന്താ പറയുന്നത് വെച്ചാൽ ദേബന്ദ് ടെററിസ്റ്റ് ഗ്രൂപ്പിന്റെ ഒരു ഭാഗമാണെന്ന്. മറ്റൊരു കാര്യം അദ്ദേഹം പറയുന്നുണ്ട്, ഹഫീസ് സയ്യിദിനൊപ്പം ദേവന്തിന് കണക്ഷൻ ഉണ്ടെന്ന്. ഈ പറയുന്നതിൽ എന്തെങ്കിലും സത്യമുണ്ടോ? അവർക്കൊരു ആശംസകൾ പറയാം, നല്ലൊരു ആശംസകൾ. അതോടൊപ്പം താങ്കളുടെ സ്റ്റേറ്റ്മെന്റ് ഞാൻ കണ്ടിരുന്നു. ഇതുപോലത്തെ ആയിരക്കണക്കിന് കേസുകളുണ്ട്, അവർക്കെതിരായിട്ട് UAPA ചുമത്തിയിട്ടുണ്ട്, ടെററിസം കേസുകളുണ്ട്, അതുകൊണ്ട് അറസ്റ്റ് ചെയ്തു. അവർക്കെല്ലാവർക്കും വേണ്ടി കോർട്ടിൽ താങ്കൾ വഴക്കുണ്ടാക്കുന്നു, വക്കാലത്ത് ഏറ്റെടുക്കുന്നു. ഇതിൽ വക്കാലത്ത് ചെയ്യിപ്പിക്കുന്നത്, ഇതിലൊരു തെറ്റ് ചെയ്തിട്ടില്ലെന്ന് പറയുന്ന അധികാരവും നമ്മുടെ ഈ സിസ്റ്റമാണ് നമുക്ക് തന്നിട്ടുള്ളത്. ആരോ ഒരാളെ അഡ്വക്കേറ്റ് ചെയ്യാനായിട്ട് നമ്മളാരാണ്? ആർക്ക് വേണ്ടി വക്കാലത്ത് മേടിക്കാനായിട്ട് നമ്മളും ഒരാളല്ല. അത് കൊടുത്തത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂവൻസ് തന്നെയാ. ഈ അധികാരമൊക്കെ കൊടുത്തത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെയാ. മാത്രമല്ലാണ്ട് നമ്മുടെ അടുത്തൊരു ലോയറൊന്നും ഇല്ലെങ്കിൽ കോർട്ട് തന്നെ അവർക്കൊരു ലോയർ അപ്പോയിൻമെന്റ് ചെയ്ത് കൊടുക്കുവാണ്. സോ ആർക്കൊക്കെയാണോ വക്കീലില്ലയോ, അതൊരു പക്ഷേ ടെററിസ്റ്റ് ആണെങ്കിൽ പോലും അവർക്കെല്ലാം താങ്കൾ വക്കീലിനെ ഏർപ്പാട് ചെയ്യില്ല. ആരാ ടെററിസ്റ്റ് എന്നുള്ളത് ഇതിനുള്ള ലോ എൻഫോഴ്സ്മെന്റ് ഏജൻസീസ് ആണ് ചെയ്യുന്നത്, ഇല്ലെങ്കിൽ ജുഡീഷ്യറി ചെയ്യും. ഇതുപോലെ തന്നെ 100ഓളം ഉദാഹരണം പറയാം. അതിൽ ഞങ്ങൾ ഒന്നിലും ഒരു വഴക്കുണ്ടാക്കിയിട്ടില്ല. നിങ്ങൾ ക്രിമിനൽസിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. ഞാൻ വലിയ കോൺട്രവേഴ്സി ആയിട്ടുള്ള കാര്യം പറയുവാണ്. അഫ്സൽ ഗുരു അദ്ദേഹത്തിന് തൂക്കിലിട്ടില്ലേ? പക്ഷേ ഔട്ട് ഓഫ് ടേൺ ആണ്, പ്രയോറിറ്റി ബേസിലാണ് തൂക്കിലിട്ടത്. ഇതിനൊക്കെ എന്താ അർത്ഥം? പക്ഷേ അത് കോർട്ട് ഓർഡർ അല്ലേ? കോർട്ടിൻ്റെ ഓർഡർ തന്നെയാ, പക്ഷേ ഔട്ട് ഓഫ് ടേൺ ആണ്. പ്രയോറിറ്റിയുടെ ബേസിസിലാണ് കൊടുത്തത്. പക്ഷെ എന്തിനു വേണ്ടി? എങ്ങനെ? ലൈനായിട്ട് ഒരുപാട് പേരുണ്ടല്ലോ, അവർക്കും കൊടുത്തിരിക്കാമല്ലോ. അങ്ങനെയൊക്കെ മറ്റുള്ളവരൊക്കെ ഇരുന്നു, അപ്പോൾ അവർക്കും കൊടുത്തിരിക്കാമല്ലോ. പക്ഷേ കൊടുത്തില്ല. എന്തുകൊണ്ടങ്ങനെ ചെയ്തേ? എൻ്റെ ചോദ്യം ഇതാണ്. അതായത് ഒരു പർട്ടിക്കുലർ കമ്മ്യൂണിറ്റിയെ മാത്രം നിങ്ങൾ ഒരു കുറ്റവാളിയായിട്ട് കാണുന്നു. ഇവിടെ നിങ്ങളിത് നോക്കുവാണെങ്കിൽ നരേന്ദ്രമോദി അല്ലല്ലോ ഭരിച്ചിരുന്നത്. ആര് വേണമെങ്കിലും ആയിക്കോട്ടെ, ഞാൻ രാഷ്ട്രീയത്തിനെ കുറിച്ചല്ലല്ലോ പറഞ്ഞത്. ഞാൻ ഭരണത്തിനെതിരെ ഇരിക്കുമെന്ന് ആരാണ് എപ്പോഴാണ് പറഞ്ഞത്? ഞാൻ ഔട്ട് ഓഫ് ടേൺ എന്നാണ് പറഞ്ഞേ. ആരെന്ത് വേണമെങ്കിലും ചെയ്യട്ടെ, തെറ്റാണെങ്കിൽ തെറ്റല്ലേ? അതുകൊണ്ടാണ് ഞാൻ ഈ ചോദ്യം ചോദിച്ചത്. ഞാൻ എൻ്റെ ഭാഗത്തുനിന്ന് ഇനി ഈ ചോദ്യം ചോദിക്കാം. നിങ്ങളുടെ ചോദ്യം എന്താന്ന് വെച്ചാൽ, ഞാൻ ക്രിമിനൽസിനെയും ടെററിസ്റ്റിനെയും സപ്പോർട്ട് ചെയ്യുവാന്നാണ് നിങ്ങൾ പറയുന്നത്. കറക്റ്റ് അല്ലേ? ഞാൻ ഒറ്റ കാര്യമേ പറയത്തുള്ളൂ. അതിന് ഞാൻ ഉദാഹരണവും പറയാം. 1000 പേരുടെ എക്സാമ്പിൾസ് പറയാം. അവർക്കൊന്നും ഞങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ടേ ഇല്ല ഇതുവരെ, ഒരിക്കലും ചെയ്തിട്ടില്ല. അതുമാത്രമല്ലാണ്ട് ഇതിൽ വേറെ ചില ഉദാഹരണങ്ങളും ഉണ്ട്. ഇതിൽ ഞങ്ങളുടെ ആൾക്കാരും ഉണ്ട്, പക്ഷെ ഞാൻ ഒരിക്കലും ഇതിനൊന്നും സപ്പോർട്ട് ചെയ്തിട്ടില്ല. ഒരു ടെററിസ്റ്റിനും ഒരിക്കലും ആരും സപ്പോർട്ട് ചെയ്യാൻ പാടില്ല. 0 ടോളറൻസ് ഉണ്ടാകണം. ഈ നാട് മാത്രമല്ല, ഈ ലോകത്തിലെ ഏത് നാട് വേണമെങ്കിലും ആയിക്കോട്ടെ, ടെററിസം എന്ന് പറയുന്ന ആ ചിന്ത, ടെററിസം ആറ്റിറ്റ്യൂഡ്, ഇത് വളർത്താനായിട്ടുള്ള സ്ഥലം കൊടുക്കാൻ പാടില്ല. ഒരു പക്ഷേ കൊടുക്കുവാണെന്ന് വെച്ചാൽ അത് ഈ നാട്ടിന് ചെയ്യുന്ന വലിയ ദ്രോഹം. നിങ്ങൾ ഗംഗോത്രി എന്ന് പറഞ്ഞ ഒരാൾ പറഞ്ഞതായിട്ട് പറഞ്ഞു. അദ്ദേഹം ആ ഗംഗയെ തന്നെയാണ് കുളിച്ചുകൊണ്ടിരിക്കുന്നത്. തീവ്രവാദം വെച്ചോണ്ട് ആ ഗംഗയെ കിടന്ന് കുളിക്കുന്നത് അദ്ദേഹം. നാടിൻ്റെ ക്യാബിനറ്റിൽ ഇരിക്കാനായിട്ട് ഒട്ടും തന്നെ അർഹതയില്ല അദ്ദേഹത്തിന്. ഒരുപക്ഷെ ഇതുപോലത്തെ ഒരു ആറ്റിറ്റ്യൂഡുള്ള ഒരാള് ക്യാബിനറ്റിൽ പോയി ഇരിക്കുവാണെന്ന് വെച്ചാൽ ഞാൻ ആ ക്യാബിനറ്റിനെ കുറിച്ച് എന്താണ് ചിന്തിക്കാൻ പോകുന്നത്? എന്റെ അവസ്ഥ എന്തായിരിക്കും? പക്ഷെ അദ്ദേഹം പേരൊക്കെ പറഞ്ഞിട്ടുണ്ട്. മസൂദ് അസർ, മുല്ല ഉമർ, ഫസൂർ റഹ്മാൻ, ഇവരൊക്കെ ദേശത്തിന്റെ ശത്രുക്കളായ തീവ്രവാദികളാണ്. ഇവരൊക്കെ ദേബന്ദിയുടെ തിങ്കിങ്ങിനെ സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തികളാണ്. ഇവരൊക്കെ ദേബന്ദിനെ റെസ്പെക്ട് ചെയ്യുന്ന ആൾക്കാരാണെന്നും പറയും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഞാൻ ഒരു ആശംസകൾ പറഞ്ഞേ. പിന്നെ നമ്മുടെ ക്യാബിനറ്റിനും ഒരു ആശംസകൾ പറഞ്ഞേക്കാം. അത്രേ ഉള്ളൂ. ഞാൻ വേറെന്ത് പറയാനാ? ഇതിനേക്കാൾ ഞാൻ വേറെന്ത് പറയാനാ? ഇതിനുവേണ്ടി അദ്ദേഹം താങ്കൾക്ക് ആശംസകൾ അറിയിക്കും. വേറെന്ത് പറയാനാ? എന്താ പറയാൻ കഴിയുന്നത്? ഓഡിയൻസിൽ ആർക്കെങ്കിലും ചോദിക്കണോ? ഒരു മുസ്ലിം ടെററിസ്റ്റ് അല്ലെങ്കിൽ പിന്നെ ഓരോരോ ടെററിസ്റ്റിന്റെ പിന്നിലും ഒരു മുസ്ലിം ഉണ്ടല്ലോ, അത് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഇത് ശരിക്കും വളരെ പഴയ ഒരു ചോദ്യമായി പോയി കേട്ടോ. ഇതിനുള്ള ഉത്തരം ഞാൻ ഒരുപാട് മുമ്പേ പറഞ്ഞിട്ടുള്ളതാണ്. ഇപ്പോൾ റീസെൻ്റ്ലി ബസ്തറിൽ
അത് മാത്രമല്ല, കഴിഞ്ഞ കുറച്ച് വർഷത്തിൽ നടന്ന ഇൻസിഡന്റ് നോക്കുവാണെങ്കിൽ ഒരുപാട് ഇൻസിഡൻസ് നടന്നിട്ടുണ്ട്. അതിൽ മരിച്ചുപോയ നമ്മുടെ സോൾജേഴ്സ്, ആർമിയിലുള്ള, ഒരുപക്ഷെ അവരുടെ റേഷ്യോ ഒക്കെ എടുത്ത് നോക്കുവാണെങ്കിൽ അതിൽ മുസ്ലിംസിൻ്റെ ഭാഗത്തുനിന്ന് അതിൽ ചെയ്തിരുന്ന ഇൻസിഡൻറ്റോ, അതിൻ്റെ ഒപ്പം ഞാനിപ്പോൾ ഒരു ഹിന്ദു എന്നൊന്നും പറയുന്നില്ല. ഹിന്ദു എന്ന് പറഞ്ഞാൽ പിന്നെ ഹിന്ദു മുസ്ലിംസിനൊക്കെ ഒരു പ്രശ്നമായേക്കും. ഇപ്പോൾ 70-30 റേഷ്യോ പോലും ഇപ്പോൾ കിട്ടത്തില്ല ശരിക്കും. അവിടെ 70%. അവിടെ അസാമിൽ തൊട്ട് തുടങ്ങിയത് സെൻട്രൽ ഇന്ത്യ വരെ നോക്കൂ. ഇത് എല്ലായിടത്തിലും നോക്കൂ. പിന്നെ മറ്റൊരു കാര്യം, ഇത് നമ്മൾ മതത്തിൻ്റെ ലെൻസ് വെച്ച് നോക്കാൻ പാടില്ല ഒരിക്കലും. കാരണം കശ്മീരിലെ ഇൻസിഡൻറ്റ് ഒരുപക്ഷെ മതത്തിൻ്റെ കണ്ണാടിയിൽ എങ്ങനെ നോക്കുവാണെങ്കിൽ ആ സമയം അത് ന്യായമാണോന്നൊന്നും എനിക്കറിയത്തില്ല. വളരെ അന്യായം പിടിച്ച കാര്യമാണ് അതൊക്കെ. മതത്തിൻ്റെ പ്രശ്നമൊന്നും അല്ലത്. അത് മതത്തിൻ്റെ പ്രശ്നമല്ലല്ലോ, അത് റീജിയണലായിട്ടുള്ള കാര്യമാണല്ലോ. അത് ബസ്ത്രേതും കൂടെ ആയിക്കോട്ടെ, ഇല്ലെങ്കിൽ ബാരമുള്ള ആയിക്കോട്ടെ, ആരെങ്കിലും ആയിക്കോട്ടെ. താങ്കൾ പറയുന്നത് ഞാൻ അംഗീകരിക്കുകയാണ്. ഏതൊരു ടെററിസ്റ്റ് ആണെങ്കിലും ശരി, ഒരാളെ കൊല്ലുകയാണെങ്കിൽ അത് അവന്റെ സമൂഹത്തിന് വേണ്ടി മാത്രമല്ല, അത് ഹിന്ദു ആണെങ്കിലും സിഖ് ആണെങ്കിലും മുസ്ലിം ആണെങ്കിലും ശരി. ഇത് തന്നെയല്ലേ താങ്കളും പറയുന്നത്? ഇതൊക്കെ വളരെ ചെറിയ കാര്യമാണ്. വലിയ കാര്യം എന്താന്ന് വെച്ചാൽ ഇതൊക്കെ ലോക്കലൈസ്ഡ് ആയിട്ടാവണം, പക്ഷേ നാഷണലൈസ്ഡ് ആയിട്ട് ആവാൻ പാടില്ല. ഇത് ഒരു മതത്തിന്റെ കൂടി ചേർത്ത് സംസാരിക്കാൻ പാടില്ല. എസ്പെഷ്യലി മുസ്ലിംസിനോടൊപ്പം. ഇദ്ദേഹം എന്തുകൊണ്ടാ ഈ ചോദ്യം ചോദിക്കുന്നതെന്ന് വെച്ചാൽ, കാരണം ഇവിടെ ഇത് കൂട്ടൊരു എൻവിറോൺമെന്റ് ഇപ്പൊ ക്രിയേറ്റ് ആയിരിക്കുവാണ്. ഈ ക്രിയേറ്റ് ചെയ്ത എൻവയോൺമെന്റിനെ പറ്റി ലോകം മുഴുവനും സംസാരിക്കുന്നുണ്ട്. അതായത് ഇന്ത്യയിൽ മുസ്ലിങ്ങൾക്കെതിരായിട്ടുള്ള ക്രൂരതകൾ നടക്കുകയാണെന്നും ആൾക്കൂട്ട വിചാരണ സംഭവിക്കുന്നുണ്ടല്ലോ. ആ ലിഞ്ചിങ്ങിനെതിരെ നിങ്ങളൊന്നും പറയുന്ന പോലും ഇല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അത് സംസാരിക്കണമല്ലോ. ലിഞ്ചിങ്ങിനെതിരെ നിങ്ങൾ സംസാരിച്ചിരിക്കണമല്ലോ. അതുപോലും ടെററിസം അല്ലേ? ഞാൻ പറയുന്നതിന് ക്ഷമിക്കണം, എന്നോട് ക്ഷമിക്കണം. അതുപോലും ടെററിസമാണ്. ആ ടെററിസം നിർത്താനായിട്ട് ഞങ്ങൾ 0 ടോളറൻസിലാണ് ഫൈറ്റ് ചെയ്യേണ്ടതായിട്ടുള്ളത്. ആ കൺവിക്ഷനോടൊപ്പമാണ് ഫൈറ്റ് ചെയ്യേണ്ടതായിട്ടുള്ളത്. ഇതൊരിക്കലും സംഭവിക്കാൻ ഞങ്ങൾ വിടത്തില്ല. ഇതും നടക്കാൻ അനുവദിക്കില്ല, അതും നടക്കാൻ അനുവദിക്കില്ല. ഇത് കൺവിക്ഷൻ അല്ല. ഇതിന്റെ കൺവിക്ഷൻ മീഡിയയുടെ അടുത്തും ഇല്ല, ഗവൺമെന്റിന്റെ അടുത്തും ഇല്ല, ലാ എൻഫോഴ്സ്മെന്റ് ഏജൻസിയുടെ അടുത്തും ഇല്ല. ഇത് പക്ഷേ ഇവിടെ ആൾക്കൂട്ട വിചാരണ മുസ്ലിങ്ങൾക്കെതിരായിട്ട് മാത്രമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. താങ്കൾ പറഞ്ഞതുപോലെ ടെററിസം എന്നത് ഹിന്ദുക്കളിലും ഉണ്ട്. ആർക്ക് വേണമെങ്കിലും നടക്കും. നിങ്ങൾ പറഞ്ഞത് 100% ശരിയാണ്. വലിയൊരു സാർ, ഞാൻ മുസ്ലിംസിനെ കുറിച്ചല്ല സംസാരിച്ചത്. പിന്നെ എനിക്കൊരു ശീലമുണ്ട്, എന്നോട് ക്ഷമിക്കണം. ഞാൻ ഇവിടെ മുസ്ലിംസിനെ കുറിച്ചല്ല സംസാരിച്ചത്. നമ്മൾ ഈ നാട്ടിലാണെങ്കിൽ നാടിനെ കുറിച്ചാണ് ഞാൻ സംസാരിച്ചത്. ഇപ്പോ ഞാൻ മുസ്ലിംസിനെ കുറിച്ച് പറഞ്ഞില്ല. ഞാൻ മുസ്ലിംസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് വലിയ നോൺസെൻസ് ആയി പോകും സാർ. സത്യമാണ്, മുസ്ലിംസിന്റെ ഇഷ്യൂസും വരുന്നുണ്ട്. നിങ്ങൾ ഒരു കാര്യം നല്ലപോലെ മനസ്സിലാക്കണം സാർ. ഞാനിവിടെ ജമിയത്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ജമിയത്ത് ഉലൈമാൻ ഹിന്ദ്. ഇതൊരിക്കലും ഒരു മുസ്ലിംസ് ഓർഗനൈസേഷനായിട്ട് ഇരിക്കാൻ പാടില്ല സാർ. ഇത് ഈ നാടിന്റെ ഒരു ഓർഗനൈസേഷനാ. ആദ്യം ഞങ്ങൾ ഈ നാടിനെ കുറിച്ച് ചിന്തിക്കാണ്ട് ഇഷ്ടം പോലെ കാര്യങ്ങൾ പറഞ്ഞാൽ അത് ഞങ്ങൾ ചെയ്യുന്ന വലിയ തെറ്റായി മാറും. ഈ നാടിന് ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹമാവും. ഒരുപക്ഷെ ഞങ്ങളെ ജമിയത്ത് ഉലൈമാൻ ഹിന്ദിലാണ് ഇരിക്കുന്നതെന്ന് വെച്ചാൽ ഞങ്ങൾ ഇരിക്കുന്നത് നാടിന് വേണ്ടി തന്നെയാ. ഇപ്പോൾ താങ്കൾ ലിഞ്ചിങ് എല്ലായിടത്തും ഉണ്ടാകുന്നതായിട്ട് പറയുന്നു. പക്ഷെ അനീതിയെക്കുറിച്ച് പറയുന്ന സമയത്ത് ഹിന്ദുസിന് അനീതി നടക്കുന്നതായിട്ട് താങ്കൾ എവിടെയും പറയുന്നില്ലല്ലോ. അതാണ് പറയുന്നത്. എല്ലാവർക്കും നടക്കുന്നുണ്ട്. ലിഞ്ചിങ് നടക്കുന്നുണ്ട്. ദളിതൻസ് ഉണ്ട്, ചില ട്രൈബൽസ് ഉണ്ട്, മുസ്ലിംസ് ഉണ്ട്. മൈനോറിറ്റിയിൽ മുസ്ലിംസ് അധികമായിട്ടുള്ള കാരണം നിങ്ങൾ അവരെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഞാൻ മുസ്ലിംസിന് മാത്രം ഇങ്ങനെ നടക്കുന്നതെന്ന് പറഞ്ഞിട്ടില്ല. വെറും മുസ്ലിംസിന് മാത്രമേ ഇങ്ങനെ നടക്കുന്നതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഇതൊരു തെറ്റായ കാര്യമാണ്. അങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ മുസ്ലിംസിന് മാത്രം നടക്കുന്നതെന്ന് പറഞ്ഞാൽ അത് തെറ്റായ കാര്യമാണ്. എല്ലാവർക്കും സംഭവിക്കുന്നുണ്ട്, മുസ്ലിംസിന് കൂടുതൽ സംഭവിക്കുന്നുണ്ട്. സാർ, ഇതിൽ നിങ്ങൾക്കൊരു വലിയ പങ്കുണ്ടെന്ന് ഞാൻ പറയും. കേട്ടോളൂ, ഇത് നിങ്ങളാണ് ലീഡ് ചെയ്യേണ്ടത്. ഞാൻ നിങ്ങളുടെ അടുത്ത് ഇതാണ് ചോദിക്കുന്നത്. നിങ്ങൾ ഈ നാടിനെ രക്ഷിക്കാനായിട്ടും വളർത്താനായിട്ടും അതിൻ്റെ ഒപ്പം ഒരു മൂലയിലോട്ട് ഒതുക്കിയ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയും നിങ്ങളൊരു വാരിയറായിട്ട് നിൽക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. സാറിനെ പോലെ ഉള്ളവരുടെ അടുത്ത് ഞാൻ ഇതാണ് പ്രതീക്ഷിക്കുന്നത്. സോറി, ഞാൻ ഇതൊന്നും പറയേണ്ട ആവശ്യമില്ല. ഞാൻ താങ്കൾക്കൊരു ഉറപ്പ് നൽകുകയാണ്. അതായത് ഈ പ്രവൃത്തിയിൽ നിന്ന് ഞാൻ ഒരിക്കലും പിന്നോട്ട് പോകില്ല. അതിന് ഞാൻ വളരെ കടമപ്പെട്ടിട്ടുണ്ട് സാർ.